മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വേച്ഛാധിപതിയാകാനുള്ള ടാസ്ക് തന്നെയാണ്. ടാസ്ക് എന്ന് പറയുന്നത് 3 ഘട്ടമായിട്ടായിരിക്കും നടക്കുന്നത്. ആദ്യമായി ഗാർഡൻ ഏരിയയിൽ വെച്ച് 15 പേരും 15 കാൽപ്പാടുകൾക്കുള്ളിൽ നിൽക്കണം. അതിനുശേഷം ക്യാപ്റ്റൻ ഒരു ചുവന്ന ബോക്സിൽ നിൽക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 15 പേരിൽ നിന്നും 6 പേരെയാണ് ആദ്യത്തെ റൗണ്ടിൽ തിരഞ്ഞെടുക്കേണ്ടത്. ഇതിൽ പങ്കെടുക്കുന്നവർ പോഡിയത്തിന് മുമ്പേ വന്ന് നിന്നിട്ട് ഗ്രൂപ്പിൽ എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്ത് ഒരു ചോദ്യം ചോദിക്കും. അതിന് കറക്റ്റായിട്ടും വ്യക്തമായിട്ടും 3 മിനിറ്റ് കൊണ്ട് ആൻസർ നൽകുക എന്നതാണ് ടാസ്ക്. അപ്പോൾ നമ്മുടെ അനുമോൾ വന്നിട്ടുണ്ട്. അനുമോളോട് ചോദിച്ചത് അക്ബറാണ് ചോദ്യം ചോദിച്ചത്. ഒരു ഡിബേറ്റ് വന്നപ്പോൾ നാക്കിൽ പിരിവെട്ടി മാറി നിന്നൊരാൾ ഇവിടെ നവീന് പ്രേക്ഷകരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടി നവീൻ്റെ കൂടെ നടക്കുന്നു, അതേപോലെ ലവ് ട്രാക്ക് പിടിച്ച് നടക്കുന്നു. സ്വന്തമായി ഒരു നിലപാടുമില്ല. ഇവിടുത്തെ ക്യാമറകൾ നോക്കി എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഒരാളെ ഒരു സ്വേച്ഛാധിപതിയാക്കിയിട്ട് ഞങ്ങൾക്കൊരു കാര്യവും ഇല്ലെന്ന് ഞങ്ങൾ ഏകകണ്ഠമായി വിശ്വസിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യനാണ് ചോദിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അക്ബർ അവിടെ അതിൻ്റെ ആൻസറാണ് പറയുന്നത്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഞാൻ സ്വേച്ഛാധിപതിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പലരും ഇവിടെ വന്നിട്ട് പറഞ്ഞു ഞാൻ പലതും ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുന്നൊക്കെ. കള്ളനായവരും പറഞ്ഞിട്ടുണ്ട്, കള്ളിയായവരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി കള്ളിന്ന് ജിസേൽ അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്, ജനങ്ങൾക്കറിയാം, ബിഗ് ബോസിനറിയാം ഞാൻ ചപ്പാത്തി കട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന്. പിന്നെ റൂൾസ് ബ്രേക്ക് ചെയ്യാതെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ വന്നിട്ട് ഇതുവരെ ഒരു റൂളും ബ്രേക്ക് ചെയ്യാതെ ഇവിടെ നിന്നിട്ടുള്ളത് ഞാൻ തന്നെയാണ്. പലരെയും പോലെ ഇവിടെ ഗ്യാങ് കളിക്കുകയും അപ്പുറത്ത് മാറി നിന്ന് ചിരിച്ചു കുറ്റം പറയാനൊന്നും അനുമോൾ വന്നിട്ടില്ല. പിന്നെ അനുമോൾ ഇവിടെ ലവ് ട്രാക്ക് പിടിക്കേണ്ട ഒരാവശ്യവും അനുമോൾക്കില്ല. ബിഗ് ബോസ് വീട്ടിൽ 23 വയസ്സുള്ള ചെക്കനെ 30 വയസ്സായുള്ള ഞാൻ പ്രേമിക്കേണ്ട ഒരാവശ്യവും ഇല്ല. ഞാൻ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിലേക്ക് വന്നിരിക്കുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ്. മറ്റുള്ളവരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ അച്ഛനും അമ്മയെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിപ്പിച്ചത് കാര്യമാണ് ഞാൻ ആ ടാസ്കിനിടയിൽ പറഞ്ഞത്. അതെനിക്ക് പറയാൻ നല്ല കാര്യമാണെന്ന് തോന്നി, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു. അനുമോൾ അവിടെ കിടന്ന് കുറേ നേരം ഇങ്ങനെ പറയുന്നുണ്ട്, ലവ് ട്രാക്കിനെ കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട്. എന്താണെങ്കിലും ബസ്സർ അടിക്കുന്നത് വരെ അനുമോൾ അതിനെതിരെ നല്ല രീതിയിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടൻറ് ഉണ്ടാക്കാൻ അനുമോളുടെ കൂടെ പലരും വന്നിട്ട് കണ്ടൻറ് ഉണ്ടാക്കിയിട്ട് പോകണ്ടല്ലോ, അടി ഉണ്ടാക്കുന്നതും എല്ലാം അനുമോളുടെ കൂടെ നിന്നിട്ട് കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ അനുമോൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് ഈ ടാസ്കിലെത്തിയത് അനീഷേട്ടനാണ്. അനീഷേട്ടൻ നല്ല രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം ചെയ്യാതെ ഒരു ക്യാപ്റ്റൻ ആയതാണ് നിങ്ങൾ, അങ്ങനെയുള്ള നിങ്ങൾ സ്വേച്ഛാധിപതിയായിട്ട് ഒരു കാര്യവും ഉണ്ടാക്കില്ല എന്ന് പറയുന്നുണ്ട്. സ്വേച്ഛാധിപതി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അങ്ങനെയാണ്, ഒറ്റയ്ക്ക് നിന്ന് എല്ലാവരെയും ഭരിക്കുക എന്നതാണെന്നാണ് അനീഷേട്ടൻ പറയുന്നത്. ഞാൻ ഇനിയും അങ്ങനെ തന്നെയായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ജിസേലിനോട് ചോദിക്കുന്നുണ്ട്, കള്ളികൾക്ക് എങ്ങനെയാണ് സ്വേച്ഛാധിപതി ആകാൻ കഴിയുന്നത്? ഞാനിവിടെ കള്ളിയായി നിന്നിട്ടുണ്ടെങ്കിൽ അതെൻ്റെ സ്ട്രാറ്റജിയാണെന്ന് ജിസേൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ അഭിലാഷിനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് സ്വേച്ഛാധിപതി ആകാനുള്ളതൊന്നുമില്ല, നിങ്ങൾക്ക് ഓരോ പ്രശ്നങ്ങൾ നടന്നു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ അവരുടെ അടുത്ത് പോയി സംസാരിച്ച് കോംപ്രമൈസ് ചെയ്യാൻ മാത്രമാണ് നിങ്ങൾക്ക് പറ്റുള്ളൂ. അതിനൊക്കെ നല്ല മറുപടി നമ്മുടെ അഭിലാഷ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അക്ബറിനെ പറയുന്നുണ്ട്. എന്താണെങ്കിലും നെവിനോട് പറയുന്നുണ്ട്, നെവിനൊക്കെ നല്ല മറുപടി നൽകുന്നുണ്ട്. ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും തടിച്ച് നിൽക്കുന്നത് ഞാനാണ്, കാരണം കട്ട് തിന്നിട്ടാണെങ്കിലും ഞാൻ എൻ്റെ ആരോഗ്യം നോക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും മെലിഞ്ഞാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് രേണു ചേച്ചിയും പൊളിച്ച് പറഞ്ഞിട്ടുണ്ട്. രേണു ചേച്ചി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇവിടുന്ന് പോകണമെന്നുണ്ട്, പക്ഷെ അതൊന്നും ഒരു സ്ട്രാറ്റജി ആയിട്ടല്ല ഞാൻ പറഞ്ഞത്, എൻ്റെ മാതൃസ്നേഹം കൊണ്ടാണ് പറഞ്ഞത്, ദയയും കരുണയും സ്നേഹവുമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പറയുന്നുണ്ട്. ബിഗ് ബോസ് എന്നെ രാവിലെ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റിയത് തന്നെ എനിക്ക് വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നു എന്ന് പറയുന്നുണ്ട്. ആദില, നൂറ അവരൊക്കെ നന്നായി സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരുടെ ടോക്കാണ്? നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്.